ഒരു സാധാരണ ടിപ്പിക്കൽ ലവ് സ്റ്റോറി അല്ല, നമ്മളെ ഒരുപാട് ടച്ച് ചെയ്യുന്ന മനോഹരമായ ഒരു സിനിമയാണിത്. ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ചെറുപ്പം വല്ലാണ്ട് മിസ് ചെയ്യും. എസ്പെഷ്യലി സ്കൂൾ ജീവിത കാലഘട്ടം. അന്നൊക്കെ എത്ര മനോഹരമായിരുന്നു. അന്നത്തെ ആ ഒരു ലൈഫിലേക്ക് വീണ്ടും ഒന്നുകൂടെ തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരിക്കൽ കൂടി അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഒരു കാലത്ത് നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ചില ബന്ധങ്ങൾ, ഇന്നൊക്കെ നമ്മൾ ഒരുപാടധികം മിസ് ചെയ്യുന്ന ചില ബന്ധങ്ങൾ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില ഡിസിഷൻസ് എടുക്കാൻ കാരണമായ മൊമെന്റ്സ്, ഇതൊക്കെ ഇന്നും മനസ്സിലേറെ പ്രിയപ്പെട്ടതായി സൂക്ഷിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള രണ്ടുപേരുടെ കഥയാണ് 2020 റിലീസായ ഓൾ ദ ബ്രൈറ്റ് പ്ലേസസ് എന്ന സിനിമ പറയുന്നത്. ഇവനാണ് നമ്മുടെ കഥാനായകൻ ഫിഞ്ച്. ആള് രാവിലെ ജോഗിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഓടി ഓടി വരുമ്പോൾ അവിടെയുള്ള ആ പാലത്തിന് മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുവാണ് നമ്മുടെ കഥാനായികയായ വയലറ്റ്. വെളുപ്പാൻ കാലത്ത് ഇവിടെ വന്ന് ഇങ്ങനെ കയറി നിൽക്കുന്നത് കണ്ടാൽ അറിയാം ഇവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ആദ്യം ഇത് കണ്ട് നമ്മുടെ ഫിഞ്ച് അങ്ങ് ഞെട്ടിപ്പോയെങ്കിലും അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന്, വയലറ്റ് എന്താ ഉദ്ദേശം, എന്താ ഇവിടെ ചെയ്യുന്നേ? അവളാവട്ടെ ചാടണോ വേണ്ടോ എന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. നീ ഇതിനിങ്ങോട്ട് വന്നേ, ഇവിടുന്ന് പോകാൻ പറ്റുമോ? എന്നാൽ നമ്മുടെ ഫിഞ്ച്, ഓ അങ്ങനെയാണല്ലേ, എന്നാൽ ഞാനും ഇതിന്റെ മുകളിൽ കയറി നിൽക്കാന്ന് പറഞ്ഞ് അവനും അവിടെ കയറി നിന്നു. ഓ ഇതിന് ഇത്രയൊക്കെ ഹൈറ്റ് ഉണ്ടായിരുന്നു. വയലറ്റ് ഇങ്ങോട്ട് നോക്ക്, ഞാൻ കാണിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒറ്റക്കാലിൽ അതിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാനൊക്കെ ശ്രമിക്കുവാണ്. ഇത് കണ്ടതും വയലറ്റിന് അങ്ങ് പേടിയായി. അവള് ചാടാൻ വേണ്ടി കുറെ നേരമായിട്ട് ശ്രമിക്കുന്നു, അവൾക്കൊരു ധൈര്യം കിട്ടുന്നില്ല. ഇതിപ്പോ ഈ മോയന്റെ ഒറ്റക്കാലിൽ ഇതിന്റെ മണ്ടയ്ക്ക് നിൽക്കാൻ ശ്രമിച്ച് ഇവനെ കാണാൻ തന്നെ താഴെ വീണ് വടിയായാലും എന്ത് ചെയ്യും? ഇതെല്ലാം വയലറ്റിനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഫിഞ്ചിന്റെ ട്രിക്സ് മാത്രമായിരുന്നു. വയലറ്റ് മതിയാക്കാം, വാ പോവാം എന്ന് പറഞ്ഞ് നമ്മുടെ ഫിഞ്ച് ഇങ്ങനെ കൈ നീട്ടുന്നത് കാണിച്ച് സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു, ഓൾ ദ ബ്രൈറ്റ് പ്ലേസസ്. ദെൻ വയലറ്റ് സ്കൂളിലെത്തി. സ്കൂളിൽ വെച്ച് അവൾ നമ്മുടെ ഫിഞ്ചിനെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇവനും ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നതെന്ന് ഇപ്പോഴാവും ഇവള് മനസ്സിലാക്കുന്നത്. കാരണം ഫിഞ്ച് അധികം ഒന്നും സ്കൂളിൽ വരാറില്ല. ഇപ്പൊ സ്കൂളിൽ വന്നതും അവൻ നേരെ പ്രൊഫസറിന്റെ റൂമിൽ ചെന്നു. ഇവൻ അറ്റൻഡൻസ് തീരെ കുറവാണ്. അത് മാത്രമല്ല പുള്ളിക്കാരൻ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലും സാർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ക്ലാസ് മുടക്കിയാൽ എക്സാം എഴുതാൻ പറ്റില്ല, ഇനിയെങ്കിലും പഠിത്തം കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണമെന്നാണ് സാർ പറയുന്നത്. സാർ അത് എന്താണെന്ന് വെച്ചാലേ, എന്റെ മുത്തശ്ശിയെ ഡാ ചെറുക്കാൻ നിർത്തിക്കോ, നീ ഇതിനു മുമ്പ് 4 തവണ നിന്റെ മുത്തശ്ശിയെ കൊന്നിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് 5ാമത്തെ തവണ നീ കഥ പറയാൻ പോകുന്നേ. ഓ സാർ ഇതെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ടോ? ആക്ച്വലി സാർ ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് സത്യമാണ്, പക്ഷേ ഇത്തവണ ശരിക്കും പുള്ളിക്കാരി മരിച്ചുപോയി. നിർത്തടാ, ഈ കള്ളക്കഥയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഫിഞ്ച് നീ ഇത് സീരിയസ് ആയിട്ട് എടുത്തേ പറ്റുള്ളൂ, നിനക്ക് അറ്റൻഡൻസ് തീരെ കുറവാണ്. ഞാൻ ഇത്രയും കാര്യമായിട്ട് സംസാരിച്ചിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്ക്, പഠിത്തത്തിലൂടെ ശ്രദ്ധിക്കുക. ദെൻ ലഞ്ച് ടൈമിലൊക്കെ നമ്മുടെ ഫിഞ്ച് വയലറ്റിനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇവന്റെ ഫ്രണ്ട്സൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. യൂഷ്വലാണ്. ഫിഞ്ചിന് ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, എന്തുകൊണ്ട് വയലറ്റ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു, ഇതിന് മാത്രം എന്താണ് അവൾക്ക് പ്രശ്നമെന്ന് അറിയാൻ ഇവരുടെ ആഗ്രഹം, ആ ഒരു ക്യൂരിയോസിറ്റി. നമ്മുടെ വയലറ്റിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അവള് മരണപ്പെട്ടതാണ്. ഇന്നിപ്പോൾ അതിന്റെ ബർത്ത്ഡേ കൂടിയാണ്. ഇവരോടൊപ്പം വയലറ്റിന്റെ സിസ്റ്റർ ഇന്നില്ലെങ്കിലും വയലറ്റിന്റെ അമ്മ കേക്കൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. ഇതൊക്കെ വയലറ്റിന് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആണ്. പുള്ളിക്കാരി ഒന്നാമതേ ട്രോമയിലാണ് ജീവിക്കുന്നത്. ഇതുവരെയും തന്റെ സഹോദരിയുടെ മരണം അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന്റെ കൂടെ അമ്മ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് മാറിപ്പോകുന്നുണ്ട്. ഫിഞ്ചിന്റെ വീട്ടിലും അവസ്ഥ മറിച്ചൊന്നല്ല. അവന് മാനസികമായി ഏറെ ബുദ്ധിമുട്ടുകളുണ്ട്. അവന്റെ മുറി തന്നെ കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റിക്കർ നോട്ട്സിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. വളരെ വളരെ നിസ്സാര കാര്യങ്ങളാണ്. ഗോൾഡ്, റിലാക്സ്, മൺഡേ, റൺ, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ വാക്കുകൾ അവിടെ ഇവിടെ ആയിട്ട് മൊത്തം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ആള് വയലറ്റിന്റെ കാര്യത്തിൽ ക്യൂരിയസ് ആയതുകൊണ്ട് തന്നെ അവളെ പറ്റി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. വയലറ്റും അവളുടെ സഹോദരിയും ഒരുമിച്ചെടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വയലറ്റിന്റെ സഹോദരി ഒരു കാർ ആക്സിഡന്റിലാണ് മരണപ്പെടുന്നത്. ഇന്ന് വെളുപ്പിനെ വയലറ്റ് ഒരു പാലത്തിന് മുകളിൽ കയറിയുന്നില്ലേ, അതേ പാലത്തിൽ വെച്ചാണ് അവളുടെ സഹോദരി മരണപ്പെടുന്നത്. ആ ഒരു അപകടത്തിന് ശേഷം വയലറ്റിന്റെ സ്വഭാവമേ മാറി. അവൾക്ക് പഴയ പോലെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ കാര്യമായിട്ട് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നും ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എല്ലാം ഒരുമാതിരി റോങ് ആയിട്ടുള്ള രീതിയിൽ നോക്കി കാണുന്നു. വയലറ്റിന്റെ സഹോദരിയെ പറ്റി മനസ്സിലാക്കി നമ്മുടെ ഫിഞ്ച് രാത്രി തന്നെ അന്ന് അപകടമുണ്ടായ ആ ഒരു പാലത്തിലേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട്. അവിടെ വയലറ്റിന്റെ സഹോദരിയുടെ പേരും അവളുടെ ഓർമ്മയ്ക്കായി പല സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ കാണാം. ഇതൊക്കെ ആലോചിച്ച് അടുത്ത ദിവസം ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ സാറ് ഇന്ത്യനെ പറ്റി ഒരു പ്രൊജക്ട് തയ്യാറാക്കണമെന്നും ഇവിടെയുള്ള പല പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് അതൊക്കെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി അവതരിപ്പിക്കണം, 2 പേരും ഒരു ടീം ആയിരിക്കണം എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മുടെ വയലറ്റ് ക്ലാസ്സിലേക്ക് വരുന്നത്. വന്ന പാടെ പുള്ളിക്കാരിക്ക് അടിതെറ്റി കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളെല്ലാം താഴെ വീണു. ഇത് കണ്ടതും കുട്ടികൾ അങ്ങ് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇത് ഇഷ്ടപ്പെടാത്ത ഫിഞ്ച് ആവട്ടെ ചാടി എണീറ്റ് അവന്റെ ടേബിൾ മൊത്തത്തിൽ അങ്ങ് മറിച്ചിട്ട്, കമോൺ ചിരിക്ക്, എന്താ ഇപ്പൊ ആർക്കും ചിരിക്കണ്ടേ? സംഭവം കുട്ടികളെല്ലാം വയലറ്റിനെ കളിയാക്കി ചിരിച്ച് ചെക്കൻ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവളുടെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ ആൾക്ക് മനസ്സിലായല്ലോ. വയലറ്റിന്റെ സഹോദരിയുടെ മരണം അവളെ ആകെ മാനസികമായി തകർത്തിരിക്കുകയാണ്. സോ അവളോടൊരു എക്സ്ട്രാ സഹതാപം തോന്നി തുടങ്ങി. ദെൻ ടേബിളൊക്കെ എടുത്ത് നേരെയിട്ട് മര്യാദയ്ക്ക് ക്ലാസ് ഇരുന്നു. നമ്മുടെ വയലറ്റിനും ഇവൻ ഇങ്ങനെ ചെയ്തപ്പോൾ ചെറുതായിട്ട് ഇവനൊന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ട്. ആൻഡ് സാർ പറഞ്ഞ ആ ഒരു പ്രൊജക്ട് ഒരു ടീമിൽ 2 പേരെന്നാണല്ലോ പറഞ്ഞത്. സോ നമ്മുടെ ഫിഞ്ച് അവന്റെ കൂടെ വയലറ്റിനെ കൂടെ ടീമിൽ കൂട്ടാം, അവർ 2 പേരും ഒരുമിച്ച് പ്രൊജക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ദെൻ ഫിഞ്ച് വയലറ്റിനോട് കൂടുതൽ ക്ലോസ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ആദ്യം ഒന്നും നിന്ന് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇവനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വെച്ച് അവൾക്ക് ഇവനോട് ഫ്രണ്ട് ആവാൻ താല്പര്യമുണ്ടെന്നല്ലോ. ഇപ്പോഴും അവൾ ഒട്ടും ഓക്കെ അല്ല. പല കാര്യങ്ങളും
കാര്യങ്ങളും ചെയ്യുന്നതിൽ അവൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ടൈം എടുക്കും, ഉറപ്പായും ടൈം എടുക്കും എല്ലാം ഒന്ന് ഓക്കെ ആയി വരാൻ. വയലറ്റിന് മാത്രമല്ല നമ്മുടെ ഫിഞ്ചിനും അവനെ മാനസികമായി അലട്ടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇങ്ങനെ എഴുതി ഒട്ടിച്ചു വെക്കുന്നത് തുടങ്ങി ചില നേരങ്ങളിൽ ഒരുപാട് സമയം ഇങ്ങനെ ബാത്ടബിനകത്ത് വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് കിടക്കുന്നതൊക്കെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്തൊക്കെയോ പേടിയെ മറക്കാൻ വേണ്ടിയാണ്. അവൻ എന്തിനെയോ ഇതിലൂടെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വയലറ്റ് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നടത്തുന്ന ഒരു പാർട്ടിയിലായിരുന്നു. വയലറ്റിന്റെ ബോയ് ഫ്രണ്ട് ഇവളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവൾ ഒട്ടും ഓക്കെയല്ല. ഇവൾ പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നു. ഇപ്പൊ തന്നെ ഇവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നടത്തുന്ന ഈ പാർട്ടിയിൽ ഇവളുടെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് വന്നത്. പുള്ളിക്കാരുടെ ബോയ് ഫ്രണ്ട് ഇവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവൾ അതിനൊന്നും താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ അവനൊരു അല്പം ദേഷ്യപ്പെട്ടു. ചെറിയ രീതിയിലാണെങ്കിലും വയലറ്റിന് അത് വല്ലാതെ ഹേർട്ടായി. ഇവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവൾക്ക് ടൈം കൊടുക്കേണ്ടതിന് പകരം അവനിങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാൻ തുടങ്ങിയാൽ അതൊരിക്കലും ശരിയാവത്തില്ലല്ലോ. ശേഷം വയലറ്റ് തിരികെ പോകുമ്പോഴാണ് നമ്മുടെ ഫിഞ്ച് ഇവളെ ടാഗ് ചെയ്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നത്. ഹേയ് വയലറ്റ്, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് അർത്ഥം. ഇതാണ് എൻ്റെ നമ്പർ, എന്നെ കോൺടാക്ട് ചെയ്യൂ. ഈ പാട്ട് നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. ഉടനടി വയലറ്റ് ആ നമ്പറിൽ വിളിച്ചു. ഹേയ്, എന്താ നിന്റെ പ്രശ്നം? നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ആ വീഡിയോ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും. പറഞ്ഞ പോലെ ഫിഞ്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അല്ല, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ അങ്ങനെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നേ? നല്ല ചോദ്യം. എനിക്ക് അന്ന് നടന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കണം. നീ അന്ന് ബ്രിഡ്ജിൽ വരാനുള്ള റീസൺ എന്താ? നമുക്ക് അക്കാര്യത്തെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ? ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവളും വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഫിഞ്ചു അവിടെ എത്തി. വയലറ്റിന്റെ സിസ്റ്ററിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരി അത് സംസാരിക്കാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതൊക്കെ മറക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. അന്ന് പാലത്തിൽ നടന്ന ഇൻസിഡന്റിനെ പറ്റിയും അവൾ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. വാട്ടോവർ നമ്മുടെ ഫിഞ്ചിന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇവർ രണ്ടാളും ഒരുമിച്ച് പ്രൊജക്ട് ചെയ്യണമെന്നാണ്. ഇന്ത്യാനയിലുള്ള പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് പ്രൊജക്ട് റെഡിയാക്കി അത് സബ്മിറ്റ് ചെയ്യാവുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കുറേ ടൈം കിട്ടുമല്ലോ. അവളെ നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും വയലറ്റിന് ഇവന്റെ കൂടെ പ്രൊജക്ട് ചെയ്യാൻ താല്പര്യമില്ല. പ്രൊജക്ട് ചെയ്യാനേ താല്പര്യമില്ല. അവളുടെ ആ തീരുമാനം മാറാൻ ഒരു ദിവസം വേണ്ടി വന്നു. അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ഫിഞ്ചിനെ കണ്ടപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പ്രൊജക്ട് ചെയ്യാമെന്ന് സമ്മതിച്ചു. ഒരുമിച്ചൊക്കെ പ്രൊജക്ട് ചെയ്യാം, എന്നാലൊരു കണ്ടീഷനുണ്ട്. വയലറ്റ് ഇവന്റെ കൂടെ കാറിൽ കയറില്ലെന്ന്. കാരണം അവളുടെ പേടി തന്നെ. അവളുടെ സഹോദരി കാർ അപകടത്തിലാണല്ലോ മരിച്ചത്. അതിനുശേഷം പുള്ളിക്കാരി സൈക്കിളിലാണ് യാത്ര ചെയ്യുക. ഒന്നുകിൽ നടന്നു പോകും, അല്ലെങ്കിൽ സൈക്കിളിൽ പോകും. കാറിൽ എന്തായാലും കയറുന്ന പ്രശ്നമില്ലെന്ന് അവൾ സമ്മതിച്ചല്ലോ. അങ്ങനെ ഇരുവരും അവരവരുടെ സൈക്കിളിൽ ഇന്ത്യാനയിലെ പല പല പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. പോകുന്ന വഴി ഫിഞ്ച് വയലറ്റിനോട് അവൾക്ക് എവിടെ പോകാനാണ് ഇഷ്ടം, എവിടെ ജീവിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് കാലിഫോർണിയ പോയി ജീവിക്കാനാണ് ആഗ്രഹം എന്നാണ് പറയുന്നത്. ഇവളുടെ കുട്ടിക്കാലമൊക്കെ കാലിഫോർണിയയിലായിരുന്നു. അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഫിഞ്ചിനാവട്ടെ ഇതുവരെ ആരും പോയിട്ടില്ലാത്ത, ആരും എത്തിപ്പെട്ടിട്ടില്ലാത്ത അങ്ങനെ ഒരു സ്ഥലത്ത് പോകണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ സംസാരിച്ച് രണ്ടാളും ഇന്ത്യാനയുടെ ഹൈ പോയിന്റിൽ എത്തിപ്പെട്ടു. ഒരു കാർഡ് അവിടെയുള്ള കല്ലിൽ ഇന്ത്യാനാസ് ഹൈ പോയിന്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഫിഞ്ച് ചാടി കല്ലിന് മുകളിൽ കയറി, വാ വയലറ്റ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യാന മൊത്തം കാണാം, വരൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടിക്കളി കാണിച്ച് അങ്ങനെ ഇങ്ങനെ അവളെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കി എടുക്കുന്നുണ്ട്. കംഫർട്ടബിൾ ആയപ്പോൾ എന്തുകൊണ്ടാണ് ഇവൾ അന്ന് ആ പാലത്തിൽ വന്ന് നിന്നെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അന്ന് ഇവളുടെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അവൾ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ 19 വയസ്സായിനി. അതൊക്കെ ആലോചിച്ച് ടെൻഷൻ കയറിയപ്പോൾ ആ ഒരു മൊമെന്റിൽ പറ്റിപ്പോയതാണെന്ന്. കുറേ നാളായി വയലറ്റ് ഇങ്ങനെയൊക്കെ ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് നേരാമണ്ണൊന്ന് ശ്വാസം വിട്ടിട്ട് കുറേ നാളായെന്ന് പറയാം. സഹോദരി നഷ്ടപ്പെട്ടതിന് ശേഷം പുള്ളിക്കാരി ആ ഒരു ടെൻഷനിൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇത്രയും നാൾ. ഇങ്ങനെ ആയതോടെ പലരും ഇവളോട് ഡിസ്റ്റൻസ് കാണിച്ചു തുടങ്ങി. ഇവളോട് ഓപ്പണായിട്ട് സംസാരിക്കാനോ ഇവളെ പഴയ പോലെ ആക്റ്റീവ് ആക്കി എടുക്കാനോ ഒന്നും ശ്രമിച്ചില്ല. പിന്നെ നമ്മുടെ ഫിഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ ഒരു വൈബിനനുസരിച്ച് പുള്ളിക്കാരൻ പെട്ടെന്ന് മാറാൻ പറ്റും. വയലറ്റിനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രാധാന്യം കൊടുത്ത് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ അവളും പെട്ടെന്ന് കംഫർട്ടബിൾ ആവുന്നുണ്ട്. ഒത്തിരി റിലീഫ് ആവുന്നുണ്ട്. പതിയെ പതിയെ വീണ്ടും പഴയ പോലെ ആക്റ്റീവ് ആവാൻ തുടങ്ങി നമ്മുടെ വയലറ്റും. ദെൻ അന്ന് രാത്രി നമ്മുടെ ഫിഞ്ച് അവൾക്കൊരു കോട്ട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഫിഞ്ച് അവന്റെ റൂമിൽ ഒരുപാട് സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതിൽ ചിലതൊക്കെ കോഡ്സ് ആണ്. ഫേമസ് പേഴ്സൺസിന്റെ കോഡ്സ് ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അവളും ഗൂഗിളിൽ നോക്കി ഇത് ആരുടെ കോഡ്സ് ആണെന്ന് മനസ്സിലാക്കി അത് അവന് തിരിച്ച് ടെക്സ്റ്റ് ചെയ്യും. അതേപോലെ അവളും അവൾക്ക് ഇഷ്ടപ്പെട്ട കോഡ്സ് അയക്കും. അങ്ങനെ ഇവർക്ക് പറയേണ്ട കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ അങ്ങ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മുടെ ഫിഞ്ച് പാതിരാത്രി അവളുടെ വീട്ടിൽ വന്ന് അവളെ വിളിക്കുന്നു. ആദ്യം ഒരു മടി കാണിച്ചെങ്കിലും അവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവളും കൂടെ ചെല്ലുവാണ്. അവൻ അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നിടത്ത് അത്യാവശ്യം വലിയൊരു ഭിത്തിയുണ്ട്. അവിടെ ആവട്ടെ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹമെന്ന് പലരും അവരുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. നമ്മുടെ ഫിഞ്ചും അവിടെ കിടന്നൊരു ചോക്ക് എടുത്ത് സ്റ്റേ എവേക്ക് എന്ന് എഴുതി വെച്ചു. വയലറ്റ് ആണെങ്കിലോ ബി ബ്രേവ് എന്ന് എഴുതി വെച്ചു. ഫിഞ്ചിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം എന്തായാലും എപ്പോഴും പ്രസന്റ് ആയിട്ട് ആക്റ്റീവായിട്ട് വേക്ക് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടാവും. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അവിടെ പ്രസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കണം, ആക്റ്റീവായിട്ടിരിക്കാൻ സാധിക്കണം. വയലറ്റിന് നിലവിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒത്തിരി വേദനയിലാണ് അവൾ ജീവിക്കുന്നത്. ജീവിതത്തിൽ ആകെ ഇരുട്ട് നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്നും ഭേദമായി വരുന്നു. അതെന്തൊക്കെയാണെങ്കിലും അവിടെയൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ബ്രേവ് ആയിട്ടിരിക്കാൻ അവളും ആഗ്രഹിക്കുന്നു. ഫിഞ്ചിന്റെ കൂടെ ഇടപെടാൻ തുടങ്ങിയതും വയലറ്റിന്റെ സ്വഭാവത്തിൽ കുറേയധികം മാറ്റങ്ങളുണ്ട്. അവൾ ഒത്തിരി ഇമ്പ്രൂവ് ആയി. അടുത്ത ദിവസം അവൾ അവളുടെ അച്ഛനെ സഹായിക്കുന്നതൊക്കെ കാണാം. അദ്ദേഹം ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ച് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കാണാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവൾക്ക് വീട്ടിൽ പോലും അച്ഛനോടും അമ്മയോടും പോലും ഓപ്പൺ ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ അവളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ വയലറ്റിന്റെ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് സന്തോഷം. ദെൻ സ്കൂളിലെത്തിയപ്പോൾ വയലറ്റിന്റെ ഒരു ഫ്രണ്ട് ഇവളുടെ അടുത്ത് വന്ന് നീ ആ ഫ്രീക്ക് ചെക്കൻ്റെ കൂടെ ആണോ പ്രൊജക്ട് ചെയ്യുന്നേ? നിനക്ക് എന്താ വയലറ്റ്, ഭ്രാന്ത് പിടിച്ചോ? ആ ചെറുക്കൻ്റെ കൂടെ ആരെങ്കിലും ഇടപഴകൂ? നിനക്കറിയില്ലേ അവൻ റോമറിന് നേരെ കസറ എടുത്ത് എറിഞ്ഞ കാര്യമൊക്കെ? കൂട്ടുകാരി ഇങ്ങനെ പറയുന്നതും വയലറ്റിന്റെ മനസ്സിൽ കുറച്ചൊക്കെ സംശയം തോന്നുന്നുണ്ട്, ഒരല്പം പേടിയും തോന്നുന്നുണ്ട്. വയലറ്റ് അവളുടെ സ്കൂൾ ലോക്കർ തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു കല്ല് വെച്ചിരിക്കുന്നു. അതിൽ യുവർ ടേൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഫിഞ്ച് തന്നെയാണ് വെച്ചത്.
സംസാരിച്ചത്? പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അടുത്തതായിട്ട് എങ്ങോട്ട് പോകണമെന്ന് വന്ന് ചോദിക്കുവാണ്. ഇന്നേരം വയലറ്റിന്റെ ബോയ് ഫ്രണ്ട് വന്നു. ഫിഞ്ച് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടാതെ അവൻ ഫിഞ്ചിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ശേഷം ഫിഞ്ച് സ്കൂളിലെ കൗൺസിലറെ കാണാൻ ചെല്ലുന്നുണ്ട്. ഇവനും മെന്റലി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. പുള്ളിക്കാരന്റെ ലൈഫും അത്ര അടിപൊളിയായിരുന്നില്ല. അവൻ നേരിടുന്ന വെല്ലുവിളികളൊക്കെ അതിജീവിക്കാനായിട്ട് ഒരു കൗൺസിലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ശേഷം അന്ന് രാത്രി ഓടാൻ പോയ നമ്മുടെ ഫിഞ്ച് തിരിച്ച് അവന്റെ വീട്ടിൽ പോകുന്നതിന് പകരം വയലറ്റിന്റെ വീട്ടുമുറ്റത്ത് കിടന്നാണ് ഉറങ്ങുന്നത്. അടുത്ത ദിവസം രാവിലെ വയലറ്റ് ഇത് കണ്ട് ഇവന്റെ അടുത്ത് വന്നു. ഫിഞ്ചിനെ പറ്റി വയലറ്റിന്റെ കൂട്ടുകാരി അവൻ അത്ര ഓക്കെ അല്ല, അവൻ്റെ ഒരു ഫ്രീക്കാണ് എന്നൊക്കെ സംസാരിച്ചതുകൊണ്ട് വയലറ്റിന് ഇപ്പോൾ കുറച്ച് പേടിയുണ്ട് ഇവനോട് ഇടപഴകാൻ. വയലറ്റ് അവനെ വിളിച്ചുണർത്തിയപ്പോൾ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അടുത്ത സ്ഥലത്ത് പോകാനാണ് വന്ന് വണ്ടി കയറാൻ പറയാണ്. എന്നാൽ നമ്മുടെ വയലറ്റ് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ കാറിൽ കയറുന്ന പ്രശ്നമില്ലെന്ന്. കാറിൽ പോകാൻ പറ്റില്ല, ഇതിൽ അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ഫിഞ്ച് ഓടിച്ചെന്ന് ഇവളുടെ പേരൻസിനോട് സംസാരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വയലറ്റ് ബെറ്റർ ആവുന്നത് അവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. ഫിഞ്ചിന്റെ കൂടെ കൂട്ടുകൂടിയതാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഫിഞ്ച് പറയുന്നത് കേട്ട് അവനോടൊപ്പം പ്രൊജക്ട് ചെയ്യാനായിട്ട് കാറിൽ പോകാൻ പേരൻസും പറയാണ്. ഫിഞ്ചാണെങ്കിലും അധികം വേഗത്തിലൊന്നും പോകത്തില്ല, വളരെ പതുക്കെ മാത്രമേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് അങ്ങനെ സമ്മതിപ്പിച്ചെടുത്ത് അങ്ങനെ അവളും കാറിൽ കയറി. അങ്ങനെ പോകെ വയലറ്റ് വീണ്ടും ഓക്കെ ആയി വന്നു. ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന പോലെ ഫിഞ്ച് അത്ര പ്രശ്നക്കാരനൊന്നുമല്ല, അവനൊരു പാവമാണെന്ന് തോന്നി. അവനോട് കുറേ അധികം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവളുടെ അനിയത്തിക്ക് ആക്സിഡന്റ് ഉണ്ടായ ആ ഒരു സംഭവത്തെ പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്ത് ഇവർ ചെല്ലുന്നത് ഒരു ചെറിയ റോളർ കോസ്റ്റർ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. രണ്ടുപേരും മാറി മാറി അതിൽ കയറി എൻജോയ് ചെയ്തു. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള റിച്ച് സെറ്റപ്പിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഒരാളെ ഹാപ്പി ആക്കാൻ. അവരുടെ അവസ്ഥ ഏതാണെങ്കിലും അവരെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ അവരെ മനസ്സിലാക്കുന്ന ഒരാൾ മതി. ജസ്റ്റ് ചെറിയ സില്ലി കുട്ടി കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്താറില്ലേ, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫിഞ്ചും വയലറ്റും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരുടെ സന്തോഷം കണ്ടെത്തി. അവർക്കിടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ ബൈ ഡേ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു പോയിന്റിൽ വയലറ്റും ഫിഞ്ചും കിസ് ചെയ്യുന്നുണ്ട്. അവന്റെ ക്യാരക്ടർ, അവന്റെ രീതികളിൽ അവൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്, ഒരുപാട് വിഷമത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്ന വയലറ്റിനെ അതൊക്കെ മറന്നു കളയാനും ഇപ്പോൾ ഉള്ളതിൻ്റെ കൂട്ട് ആക്റ്റീവായി മാറാനും ഒക്കെ ഇത്രയധികം ഹെൽപ്പ് ചെയ്തത് ഫിഞ്ചാണല്ലോ. അവളെ അവൻ അത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, അവൻ തന്നെ അത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ അവനെ കിസ് ചെയ്തു. ദെൻ ഇന്ത്യയിൽ ഒരു സ്ഥലമുണ്ട്, ആളുകൾ അവരുടെ ഷൂസ് ഇങ്ങനെ കെട്ടി മരത്തിൽ തൂക്കിയിടുന്ന ഒരു പ്ലേസ്. ഫിഞ്ചും വയലറ്റും അവിടെ ചെന്ന് അവരുടെ ഷൂസ് അവിടെ കെട്ടിയിടും. ഇപ്പൊ ഷൂസ് ഇല്ലാത്തതുകൊണ്ട് ഫിഞ്ച് അവളെ നടത്തിക്കൊണ്ട് വരുന്നില്ല, അവളെ ചുമന്നുകൊണ്ടാണ് വരുന്നത്. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അവർ പല പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി അധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്, പരസ്പരം ഇഷ്ടമാണെന്ന് തുറന്ന് സമ്മതിച്ച് അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടുന്ന കുറച്ച് ടൈം ഉണ്ടല്ലോ, അങ്ങനെ കിട്ടുന്ന ടൈം വളരെ ബ്യൂട്ടിഫുൾ ആണ്. അവരിരുവരും ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യും. എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഓരോ മൊമെന്റും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മുടെ ഫിഞ്ചും വയലറ്റും മുന്നോട്ട് പോവാണ്. ഇങ്ങനെ നല്ല രീതിയിൽ പോകെ ഒരു ദിവസം നമ്മുടെ ഫിഞ്ച് സ്കൂളിൽ വന്നില്ല. മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. അവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരു തരത്തിലും അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഗോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആവില്ലേ? വയലറ്റും ഒത്തിരി അങ്ങ് വല്ലാണ്ടായി. ഫിഞ്ചിന്റെ ഫ്രണ്ട്സിനോടൊക്കെ അവനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇടയ്ക്കിടെ ഫിഞ്ച് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന്. 1-2 ദിവസത്തേക്കോ ചിലപ്പം ആഴ്ചകളോളം തന്നെ അവൻ എങ്ങോട്ടെന്ന് പറയാതെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാറുണ്ടെന്ന്. ഇതെല്ലാം കേട്ട് വയലറ്റും ആകെ അങ്ങ് അപ്സെറ്റായി. അങ്ങനെ പോകെ ഒരു ദിവസം വയലറ്റിന്റെ വീട്ടിൽ ഫിഞ്ച് വന്നു. രാവിലെ ഉറക്കം വേണ്ടിയിട്ട് വരുന്ന വയലറ്റ് കാണുന്നത് ഫിഞ്ച് അവളുടെ പേരൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫിഞ്ച് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വയലറ്റ് നല്ല ദേഷ്യത്തിലായിരുന്നു. അവളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഫിഞ്ച് ആവട്ടെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ പൂക്കളൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതൊക്കെ അവളെ കാണിച്ചു കൊടുത്ത് വിഷയം മാറ്റി. ദെൻ അടുത്തുള്ള ഒരു റിവറിന്റെ അങ്ങോട്ട് അവളെ കൂട്ടിക്കൊണ്ടിരുന്ന് രണ്ടുപേരും അവിടെ നീന്തുവാണ്. എത്ര എളുപ്പത്തിലാണ് വയലറ്റിനെ ഇവൻ ഓക്കെ ആക്കി എടുക്കുന്നതെന്നോ. അവൾ നല്ല ദേഷ്യത്തിലായിരുന്നു. എന്നാൽ നിസ്സാര സമയം കൊണ്ട് അവളെ ഓക്കെ ആക്കി എടുത്ത് ഇപ്പോൾ അവൾ വളരെ ഹാപ്പിയാണ്. കുറേ നേരം അവർ നീന്തി കളിച്ചു. അതിനുശേഷം കരയിൽ കയറി ഇരിക്കുമ്പോൾ നമ്മുടെ ഫിഞ്ചിന്റെ ദേഹത്തുള്ള ഒരു പാടിനെ പറ്റി, ഒരു അത്യാവശ്യം വലിയൊരു മുറിവിനെ പറ്റി വയലറ്റ് ചോദിച്ചതും ഫിഞ്ച് അതിന് മറുപടി പറയാൻ നിൽക്കാതെ നേരെ വെള്ളത്തിൽ ചാടി. ഒരല്പസമയം നീന്തി കളിച്ചിട്ട് അവൻ തിരിച്ചു കയറി വരുമെന്ന് കരുതിയാൽ കുറേ സമയമായിട്ടും അവൻ തിരിച്ചു വരുന്നില്ല. വെള്ളത്തിനടിയിലേക്ക് അവൻ നീന്തിപ്പോയി. ഇതിപ്പോൾ കുറേ സമയമായപ്പോൾ ഇവൾക്ക് അങ്ങ് ടെൻഷനായി. അവളും അങ്ങ് പേടിച്ച് വെപ്രാളപ്പെട്ട് വെള്ളത്തിൽ ചാടി ഫിഞ്ചിനെ ഇങ്ങനെ തിരഞ്ഞു വരുമ്പോൾ ഫിഞ്ച് പൊങ്ങി വന്നു. ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വയലറ്റിന് സഹിക്കാൻ പറ്റത്തില്ല. അവൾ ഒരുമാതിരി അങ്ങ് പേടിച്ചു പോയില്ലേ. ഫിഞ്ചിന്റെ ഈ സ്വഭാവം കാരണം വയലറ്റിന് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു. അവൾ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഫിഞ്ച് അവളെ പിടിച്ചു നിർത്തി. ചില സമയങ്ങളിൽ അവൻ ഇങ്ങനെയാണത്രേ, അവൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുവാണ്. ചില സമയങ്ങളിൽ അവൻ സ്വയം കൺട്രോളാണ് എന്ന് തോന്നാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടത്രേ. ഫിഞ്ചിന്റെ ചെറുപ്പത്തിൽ അവന്റെ അച്ഛൻ അവനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അവന്റെ ശരീരത്തുള്ള പാടുകളൊക്കെ അങ്ങനെ വന്നതാണ്. ആളുടെ ഇഷ്യൂസ് മനസ്സിലാവുന്നുണ്ടല്ലോ, OCD. അത് കാരണം അവൻ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഡേ ബൈ ഡേ അവൻ അവനെ തന്നെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് പല ഓർമ്മകളും വന്നിട്ട് പഴയ ചില കാര്യങ്ങൾ ഓർത്തെടുത്ത് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയും കുറച്ച് വിയർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു കൂട്ടാറുണ്ടത്രേ. വയലറ്റിനുണ്ടായിരുന്ന പോലെ ഫിഞ്ചിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അവൾ അവനെ കിസ് ചെയ്ത് അവനെ മാക്സിമം കംഫർട്ടബിൾ ആക്കി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. രണ്ടാളും ഒരുപാട് സംസാരിച്ചു, പാട്ടുപാടി, കിസ് ചെയ്തു, ഇന്റിമസി, ഇന്റർകോഴ്സ്. അങ്ങനെ അന്നത്തെ ദിവസം രണ്ടാളും തിരികെ വീട്ടിൽ പോകാതെ അവിടെ എവിടെയോ ഒരു സ്ഥലത്തും കിടന്നുറങ്ങി. ശേഷം അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോഴാണ് വീട്ടിൽ പോയില്ലെന്നുള്ള കാര്യമേ ഓർക്കുന്നത്. തിരക്ക് പിടിച്ച് നമ്മുടെ ഹീറോയിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടതും അവളുടെ പേരൻസ് ആകെ ടെൻസ്ഡ് ആയിരുന്നു. അവർ വയലറ്റിനോട് വീടിനകത്ത് കയറി പോകാനും ഫിഞ്ചിനോട് കൂടുതലൊന്നും പറയേണ്ട വീട്ടിൽ പോകോളാനും പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയതും ഫിഞ്ച് ഒരുമാതിരി അങ്ങ് ടെൻസ്ഡായി. വയലറ്റിന് താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായെന്നുള്ള തോന്നല്, അവളുടെ പേരൻസ് അവളോട് മോശമായിട്ട് പെരുമാറുമോ, അവൾ വീണ്ടും പഴയ പോലെ ആവുമോ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ഓവർ തിങ്കിങ് കാരണം ഫിഞ്ച് കൺട്രോൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ട്. അവൻ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു വെപ്രാളത്തിലും ദേഷ്യത്തിലും അവന്റെ റൂമിലെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരുന്ന സ്റ്റിക്കി നോട്ട്സ് എല്ലാം ഇളക്കി കളഞ്ഞ് അവിടെയൊക്കെ പെയിന്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് മെന്റലി ഫിഞ്ച് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ
പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് അതിനൊക്കെ ഓവർകം ചെയ്തൊരു ബെറ്റർ ലൈഫ് നേടിയെടുക്കാനായിട്ട് അവൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ട കോഴ്സും അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട്സ് ആയിട്ട് എഴുതി വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പറിച്ചു കളഞ്ഞ് ഇവിടെ പെയിന്റ് ചെയ്യുന്നതോടെ വീണ്ടും ഫിഞ്ചിന്റെ കൺട്രോൾ പോയി അവൻ പഴയ പോലെ ആകുവാണ്. അവൻ മെന്റലി ഒട്ടും ഓക്കെ അല്ല എന്ന് കാണിച്ചു തരുന്നു. ശേഷം അടുത്തൊരു ദിവസം നമ്മുടെ വയലറ്റിന്റെ ബോയ് ഫ്രണ്ട് സ്കൂളിൽ വെച്ച് അവളോട് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വയലറ്റിനാണെങ്കിൽ ഈ ചെറുക്കനോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അവൾ ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുമ്പോൾ ആ ചെക്കൻ ഇങ്ങനെ പിടിച്ചു നിർത്തി സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഫിഞ്ച് അങ്ങോട്ട് ചെല്ലുന്നത്. അവനെ മൈൻഡ് ആക്കാതെ ഫിഞ്ച് വയലറ്റിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. അത് ഇവന്മാർ തമ്മിൽ പ്രശ്നത്തിന് കാരണമായി. അങ്ങനെ ഫിഞ്ചും ആ പയ്യനും തമ്മിൽ അടിയായി, ബഹളമായി, ആകെ സീനായി. ഇങ്ങനെയൊക്കെ അതോടെ ഫിഞ്ച് പിന്നെയും ആരോടും പറയാതെ എങ്ങോട്ടോ പോയി. എവിടെയാണെന്നറിയാതെ നമ്മുടെ വയലറ്റും ആകെ ടെൻസ്ഡായി. ഒരാളോട് പോലും പറയാതെ ഏതാണെന്നറിയാതെ എങ്ങോട്ടോ പോയിരിക്കുമല്ലേ. ഇനിയിപ്പോൾ മണ്ടത്തരം കാണിക്കുവോ വല്ല അപകടത്തിലും ചെന്ന് ചാടുവോ? ഇതിനു മുമ്പും പലപ്പോഴും ഫിഞ്ച് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ ആഴ്ചകൾക്ക് ശേഷം അവൻ തിരിച്ചു വരും എന്നൊക്കെ അവന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ടെങ്കിലും വയലറ്റിന് ആകെ അങ്ങ് പേടിയാവുന്നുണ്ട്. അവൾ അത്രത്തോളം ഫിഞ്ചിനെ മിസ് ചെയ്യുന്നുണ്ട്. അവനവട്ടെ ഇപ്പോൾ നേരത്തെ കൗൺസിലർ അവൻ റെക്കമെൻഡ് ചെയ്ത് കൊടുത്ത ആ ഒരു സെഷനിലാണ്. മെന്റലി ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നവർ, OCD പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവർ ഒത്തുകൂടിയിരിക്കുന്ന ഒരു സ്ഥലം. ഇങ്ങനെയുള്ള സെഷൻസിലൂടെ ഇവർ ഓരോരുത്തരും ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. നമ്മുടെ ഫിഞ്ചും റീസെന്റ് സ്കൂളിൽ വെച്ചുണ്ടായ ഫൈറ്റിനെ പറ്റിയും അതേപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവന് സഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ സാധാരണയായി അവൻ ഓടാൻ പോകാറാണ് പതിവ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് നമ്മുടെ വയലറ്റ് പാലത്തിന് മുകളിൽ നിന്ന് ചാടാൻ കയറി നിന്ന സമയത്ത് ഇവൻ അതുവഴി ഓടി ചെന്നപ്പോഴാണല്ലോ അവളെ കാണുന്നത്. മാനസികമായി ആകെ തകർന്ന അവസ്ഥയിലുള്ള ഫിഞ്ച് ഓടാൻ പോയ സമയത്താണ് അവളെ കാണുന്നതും അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് കൂടുതൽ എഫേർട്ട് ഇടുന്നതും. സെഷനൊക്കെ കഴിഞ്ഞ് ഫിഞ്ച് തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോയിൻ വയലറ്റ് അവിടെയുണ്ട്. അവന്റെ റൂം മുഴുവൻ അവൻ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഒട്ടിച്ചു വെക്കുമായിരുന്നല്ലോ. ഒരു പോയിന്റിൽ അതെല്ലാം ഇളക്കി കളഞ്ഞ് അവിടെയൊക്കെ പെയിന്റ് ചെയ്ത് ഇപ്പൊ ആകെ ഒരു അലങ്കോലമായിട്ടുള്ള കോലത്തിലാണ്. ഇതൊക്കെ എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. മെന്റലി ആകെ ഡൗൺ ആകുമ്പോൾ ആക്റ്റീവായിട്ട് പ്രസന്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നാണ് അവന്റെ മറുപടി. ഇവന്റെ ഈ മറുപടി വയലറ്റിനെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പാസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കണക്ട് ആവൂ. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, എസ്പെഷ്യലി അവരുടെ ചിന്താരീതിയൊക്കെ അവർക്കല്ലാതെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. വയലറ്റ് അവളെ കൊണ്ട് പറ്റുന്ന വിധം ഇവന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഇവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റിയില്ല. ഫിഞ്ച് സമ്മതിച്ചില്ല. ഫിഞ്ച് അവളെ ഓക്കെ ആക്കിയ പോലെ, അവളെ കംഫർട്ടബിൾ ആക്കി എടുത്ത പോലെ, ഇവൻ പറഞ്ഞതെല്ലാം അവൾ അക്സെപ്റ്റ് ചെയ്ത പോലെ അവൾ പറയുന്നത് കേൾക്കാൻ ഇവൻ തയ്യാറായില്ല. അവളുടെ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് അവളെ വീണ്ടും ആക്റ്റീവ് ആക്കി എടുക്കാൻ ഫിഞ്ചിന് പറ്റി. ബട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ അവൾ ശ്രമിച്ചെങ്കിലും അവൾക്കൊരു ചാൻസ് കൊടുക്കാൻ പോലും ഇവൻ തയ്യാറായില്ല. ദിവസങ്ങൾ പോകുന്നു. ഫിഞ്ച് വീണ്ടും എങ്ങോട്ടോ പോയി. അവനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. പലതവണ നമ്മുടെ വയലറ്റ് അവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല. കുറേയധികം കാര്യങ്ങൾ വയലറ്റ് റിയലൈസ് ചെയ്തു. നേരത്തെ അവൾ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ വലിയ മിസ്റ്റേക്കുകളാണ്, തെറ്റാണെന്ന് ഇവൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ഫിഞ്ചാണല്ലോ. ഇവളുടെ സഹോദരിയുടെ ജന്മദിന ദിവസം ഇവള് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ അവളുടെ പേരൻസിനോട് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അന്ന് മരണത്തിൽ നിന്ന് ഇവളെ രക്ഷപ്പെടുത്തിയത് ഫിഞ്ചാണല്ലോ. ഇപ്പൊ അവൻ എവിടെയാണെന്ന് ഇവൾക്ക് അറിയില്ല. കുറേ ടൈം ഇവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫിഞ്ച് ഇവളെയും കൊണ്ട് പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഫിഞ്ച് ഇപ്പോഴും ഇവർ രണ്ടാളും നേരത്തെ പോയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തുണ്ടാവുമെങ്കിലോ. വയലറ്റിന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതോടെ വയലറ്റും ഫിഞ്ചിനെ തിരക്കി ഇറങ്ങി. ഇരുവരും ഒന്നിച്ചു പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ പോയി നേരത്തെ ഇവർ രണ്ടാളും പോയ ആ ഒരു റിവർ ഉണ്ടല്ലോ, അതിന്റെ തീരത്ത് ആ ഫിഞ്ചിന്റെ വസ്ത്രങ്ങളൊക്കെ കിടക്കുന്നത് കാണാം. അതിൽ നിന്ന് തന്നെ അവൾ മനസ്സിലാക്കുവാണ് ഫിഞ്ചിന് ആ ഒരു കടുത്ത വിഷാദത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചില്ല. അവൻ എന്നേക്കുമായി അവന്റെ ജീവിതം അവസാനിപ്പിച്ചു. കട്ട് ചെയ്താൽ ഫിഞ്ചിന്റെ ഫ്യൂണറൽ. നമ്മുടെ വയലറ്റും ഫിഞ്ചിന്റെ സുഹൃത്തുക്കളും അവന്റെ സഹോദരിയും കുടുംബവും എല്ലാം ഒരുപാട് വിഷമത്തിലാണ്. ഫ്യൂണറൽ കഴിഞ്ഞും കുറച്ചധികം ദിവസങ്ങൾ നമ്മുടെ വയലറ്റ് വിഷമത്തിലായിരുന്നു. എന്നാൽ ഇത്തവണ വിഷാദത്തിലേക്ക് അവൾ വീണു പോകുന്നില്ല. ഫിഞ്ച് അവളെ ഒരു തവണ ആ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതല്ലേ. അതൊക്കെ കാരണം അവൾ അവളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അവളുടെ പേരൻസിനോട് ഷെയർ ചെയ്തു. അവരും വേണ്ട വിധത്തിൽ ഇവളെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇവൾ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്നുണ്ട്. മുമ്പ് ഫിഞ്ചിന്റെ കൂടെ പല പല സ്ഥലങ്ങളിൽ പോയപ്പോൾ ഇവർ യൂസ് ചെയ്ത ഒരു മാപ്പുണ്ട്. ആ മാപ്പിൽ ഫിഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രം ഇവർ പോയിട്ടില്ല. ഇരുവരും ഒരുമിച്ച് പോയിട്ടില്ല. ഇപ്പം നമ്മുടെ ഹീറോയിൻ വയലറ്റ് ഒറ്റയ്ക്ക് ആ സ്ഥലത്തേക്ക് പോവാണ്. അതൊരു പള്ളിയായിരുന്നു. എസ്പെഷ്യലി അപകടങ്ങളിലൊക്കെ മരിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു ചർച്ച എന്ന് പറയാം. അവിടെ രജിസ്റ്ററിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഫിഞ്ച് എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ വയലറ്റ് സ്കൂളിൽ പ്രൊജക്ട് അവതരിപ്പിക്കുന്നു. ഫിഞ്ചും ഇവളും ഒരുമിച്ച് പോയ ആ സ്ഥലങ്ങളെ പറ്റിയും ഇരുവരും എത്ര ഹാപ്പി ആയിരുന്നെന്നും അവിടെ ഇവർ എങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായി എഴുതിയിട്ടുണ്ട്. അന്വേഷിക്കാനും തേടിപ്പോകാനും ഒക്കെ ഇവളെ പഠിപ്പിച്ചത് ഫിഞ്ചാണ്. സന്തോഷം കണ്ടെത്താൻ മലയൊന്നും വലിഞ്ഞു കയറേണ്ട ആവശ്യമില്ല. ചിലപ്പോഴൊക്കെ ഏറ്റവും അഗ്ലിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും വളരെ മനോഹരമായി നമുക്ക് തോന്നിയേക്കാം. വിഷമത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആകുമ്പോൾ അത് തന്നെ ആലോചിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കാതെ അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ നമ്മളാലാവും വിധം ശ്രമിക്കണം. ഇവിടെ വയലറ്റിനെ അതിന് കേപ്പബിൾ ആക്കിയത് ഫിഞ്ചാണ്. സന്തോഷവും സങ്കടവും ഒക്കെ ജീവിതത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതുപോലെ ഇരിക്കും. ഓപ്പൺ യുവർ ഐസ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൗന്ദര്യം ഒളിച്ചിരിക്കുന്നുണ്ടാവും. നിസാരം എന്ന് കരുതി അവഗണിക്കുന്ന ഒരുപാട് ബ്രൈറ്റ് പ്ലേസസ് ഉണ്ടാവും. എത്ര മോശം സമയത്തും അങ്ങനെയുള്ള ബ്രൈറ്റ് പ്ലേസസ് കണ്ടെത്താൻ സാധിക്കട്ടെ എന്നിങ്ങനെ പറയുന്ന വയലറ്റിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എപ്പോഴോ ഒരു ജനറേഷൻ മുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. ഒത്തിരി പേര് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നറിയാം. എസ്പെഷ്യലി കിഡ്സ്. അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള കൂടുതൽ സിനിമകൾ കാണാം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കില്ലല്ലോ.